എല്ലാവർക്കും നമസ്കാരം. ഇയാൻസി എഡ്യൂനേറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് 11 +1 അക്കൗണ്ടൻസി ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 3rd ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കൂടുതലും അക്കൗണ്ടിംഗ് ഇക്വേഷൻ, ദെൻ ജേണലുമായി ബന്ധപ്പെട്ട് കുറെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ലെഡ്ജർ അക്കൗണ്ട് അല്ലെ, നമ്മൾ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് തയ്യാറാക്കാൻ സാധിക്കുക, അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, എങ്ങനെ നമ്മൾ പോസ്റ്റിംഗ് ചെയ്യും. ഒരു ജേണൽ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഡെബിറ്റ് ആസ്പെക്ട് നോക്കിയതിനു ശേഷം ഡെബിറ്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ ക്രെഡിറ്റ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്യും. ദെൻ ക്രെഡിറ്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഡെബിറ്റ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെഡ്ജർ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക. ഒരു അക്കൗണ്ട് എങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കുന്നു. ഒരു അക്കൗണ്ട് രണ്ട് വശമുണ്ട്. ആ രണ്ട് വശത്തെ നമ്മൾ ടോട്ടൽ ചെയ്തതിന് ശേഷം ബാലൻസ് കണ്ടുപിടിക്കും. ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ നമ്മൾ നോക്കുന്നു. അപ്പൊ ഇന്ന് ബാലൻസിങ് ആൻ അക്കൗണ്ട് എന്താണ് ബാലൻസിങ് എന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദ ബാലൻസ് ഓഫ് ഈച്ച് ആൻഡ് എവറി അക്കൗണ്ട് ഇൻ ദ ലെഡ്ജർ അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിംഗ് പീരീഡ്. അപ്പൊ ഏതാണ് നമ്മുടെ അക്കൗണ്ടിംഗ് പീരീഡ്? മന്ത്ലി ആണെങ്കിൽ മന്ത് എൻഡ് ആകുമ്പോഴേക്കും നമ്മൾ ലെഡ്ജറിലുള്ള ഓരോ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യും. അഥവാ 6 years ആണെങ്കിൽ 6 മാസം പൂർത്തിയായി കഴിയുന്ന അവസാന ദിവസം നമ്മൾ അക്കൗണ്ട് എല്ലാം ബാലൻസ് ചെയ്യും. അതല്ല ഇയർലി ആണെങ്കിൽ നമ്മൾ ആനുവലി ബാലൻസ് എടുക്കുകയാണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് അക്കൗണ്ട് പീരീഡ് അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അക്കൗണ്ട് ബാലൻസ് ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സമയത്തേക്ക് എപ്പോഴാണോ നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ തോന്നുന്നത് അപ്പൊ നമ്മൾ അസർട്ടൈൻ ചെയ്യുകയാണ് ഓരോ അക്കൗണ്ടിന്റെയും ബാലൻസ് ഏതാണെന്ന്. ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ നമ്മൾ നോക്കുകയാണ്. രണ്ട് സൈഡ് നമ്മൾ കൂട്ടി നോക്കിയതിനു ശേഷം ഡിഫറൻസ് കണ്ടെത്തും. ഡെബിറ്റ് സൈഡ് ആണോ കൂടുതൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ആണോ കൂടുതൽ എന്ന് പരിശോധിച്ചതിനു ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ അക്കൗണ്ടിന്റെയും ലെഡ്ജറിലുള്ള ഓരോ അക്കൗണ്ടിന്റെയും ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് എപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിംഗ് പീരീഡ്. നമ്മുടെ അക്കൗണ്ടിംഗ് കാലയളവ് എപ്പോഴാണോ, അത് മന്ത് എൻഡ് ആകാം, അതല്ലെങ്കിൽ ഇയർലി ആകാം, എപ്പോഴാണോ എനി ടൈം ഇഫ് റിക്വയർഡ്. നമുക്ക് എപ്പോഴാണോ ഓരോ അക്കൗണ്ടിന്റെയും ബാലൻസ് അറിയേണ്ടത് അതിന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യാറുണ്ട്. അങ്ങനെ ബാലൻസ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ബാലൻസിങ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. The difference between two sides of an account is known as account balance. എന്താണ്? രണ്ട് സൈഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു അക്കൗണ്ടിന് രണ്ട് വശമുണ്ട്, ഒരു ഡെബിറ്റ് സൈഡ് ഒരു ക്രെഡിറ്റ് സൈഡ്. രണ്ടും നമ്മൾ കൂട്ടി നോക്കിയതിനു ശേഷം അതിന്റെ വ്യത്യാസം കണ്ടുപിടിക്കും, ഡിഫറൻസ് കണ്ടുപിടിക്കും. ആ ഡിഫറൻസിന് പറഞ്ഞ പേരാണ് അക്കൗണ്ട് ബാലൻസ്. ഇവിടെ നമുക്ക് രണ്ട് ബാലൻസ് പഠിക്കണം, ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും. രണ്ട് തരത്തിലുള്ള ബാലൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്, ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും. എന്താണ് ഡെബിറ്റ് ബാലൻസ്? ഇഫ് ദ ഡെബിറ്റ് സൈഡ് ഈസ് ഹെവിയർ ദാൻ ദ ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ് ടോട്ടലാണ് കൂടുതലെങ്കിൽ ഏതിനേക്കാളും ക്രെഡിറ്റ് സൈഡ് ടോട്ടലിനേക്കാളും ഡെബിറ്റ് സൈഡ് ടോട്ടൽ കൂടുതലാണെങ്കിൽ ഇഫ് ദ ഡെബിറ്റ് സൈഡ് ഈസ് ഹെവിയർ ദാൻ ദ ക്രെഡിറ്റ് സൈഡ്, debit side total is higher than the credit side total, then it shows a debit balance. അതിനെ പറഞ്ഞ പേര് ഡെബിറ്റ് ബാലൻസ് പറഞ്ഞു. തിരിച്ചാണെങ്കിലോ നമുക്ക് തിരിച്ചും പറയാൻ പറ്റും. എങ്ങനെയാണ്? ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് ഈസ് ഹെവിയർ ദാൻ ദ ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ആണ് കൂടുതൽ ഏതിനേക്കാളും ഡെബിറ്റ് സൈഡിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് ആ ബാലൻസിനെ പറഞ്ഞ പേര് ക്രെഡിറ്റ് ബാലൻസ്. എന്താണ് ഡെബിറ്റ് ബാലൻസ്? ഡെബിറ്റ് സൈഡ് ടോട്ടൽ കൂടുതലായിരിക്കും ഏതിനേക്കാളും ക്രെഡിറ്റ് സൈഡിനേക്കാളും. എന്താണ് ക്രെഡിറ്റ് ബാലൻസ്? ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ കൂടുതലായിരിക്കും ഏതിനേക്കാളും ഡെബിറ്റ് സൈഡിനേക്കാളും. അപ്പൊ ഏത് വശത്താണോ കൂടുതൽ ആ ബാലൻസ് ഏതായിരിക്കും, ആ സൈഡിലുള്ളതായിരിക്കും. ഇപ്പൊ ഡെബിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ ഡെബിറ്റ് സൈഡ് ബാലൻസ്, അഥവാ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് നമ്മൾ പറയുന്നത്. നമ്മൾ ഡെബിറ്റ് ബാലൻസ് പഠിച്ചത് ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ആണ് കൂടുതലെങ്കിൽ അത് നമ്മൾ പറയുന്നത് എന്താണ്, ഡെബിറ്റ് ബാലൻസും. ക്രെഡിറ്റ് സൈഡ് ആണ് ടോട്ടൽ, ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ആണ് കൂടുതലെങ്കിൽ അവയെ പറഞ്ഞ പേര് ക്രെഡിറ്റ് ബാലൻസ് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് അത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത് നമുക്ക് പഠിക്കാം. അസറ്റ്സ് അക്കൗണ്ട്, എല്ലാ തരത്തിലുള്ള അസറ്റ്സ് റിലേറ്റഡ് അക്കൗണ്ട്സ്, അസറ്റ്സ് അക്കൗണ്ട്, ദെൻ ലയബിലിറ്റീസ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്.
ഇത് മൂന്നും പെർമനന്റ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞിരുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ. ഇവിടെ പ്രത്യേകത അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനം ഇവ ഓരോ അക്കൗണ്ടും അസറ്റ്സ് റിലേറ്റഡ് അക്കൗണ്ട്സ്, ലയബിലിറ്റീസ് റിലേറ്റഡ് അക്കൗണ്ട്, ദെൻ ക്യാപിറ്റൽ റിലേറ്റഡ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ് ചെയ്യുന്നുണ്ട്. ബാലൻസ് ചെയ്തിട്ട് അവയുടെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുകയും അവയെ അടുത്ത അക്കൗണ്ടിംഗ് പീരീഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞത് ടെമ്പററി അക്കൗണ്ട് രണ്ടെണ്ണം ഉണ്ട്. ഇൻകം അക്കൗണ്ട്, ഇൻകം അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട്, ദെൻ എക്സ്പെൻസസ് അക്കൗണ്ട്. ഇവ രണ്ടും ടെമ്പററി അക്കൗണ്ട് ആണ്. ഓക്കെ, ഈ രണ്ട് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നില്ല. കാരണം ഇവ നമ്മൾ ടോട്ടൽ ചെയ്തതിനു ശേഷം ക്ലോസ് ചെയ്യുകയാണ്. അവ എങ്ങോട്ട് ക്ലോസ് ചെയ്ത് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ഈ നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അവയെ നമ്മൾ അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവ ടെമ്പററി അക്കൗണ്ട് ആണ്. ഇവയുടെ ബാലൻസ് നമ്മൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവ പെർമനന്റ് അക്കൗണ്ട് ആണ്. ഓർമ്മിക്കുക, ഇവ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ഇവ എല്ലാ അക്കൗണ്ടും, അത് മെഷീനറി അക്കൗണ്ട് ആണെങ്കിലും ക്യാഷ് അക്കൗണ്ട് ആണെങ്കിലും ദെൻ ബാങ്കിൽ നിന്നുള്ള ലോൺ എടുക്കണമെങ്കിലും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണെങ്കിലും ഇവയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ് ചെയ്യുന്നുണ്ട്. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്തതിനു ശേഷം അവയുടെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി അവയുടെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് അടുത്ത വർഷത്തേക്ക് നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമുക്കറിയാം, എക്സ്പെൻസ് അക്കൗണ്ടിന്റെ ബാലൻസ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അവിടെ നമ്മൾ ടോട്ടൽ ചെയ്തിടുന്നു. ആ ടോട്ടൽ നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു. അടുത്ത വർഷത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നില്ല അവയുടെ ബാലൻസിന്. അതേപോലെ തന്നെ ഇൻകം അക്കൗണ്ടിന്റെ ബാലൻസ് എപ്പോഴും എന്തായിരിക്കും, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ക്രെഡിറ്റ് സൈഡാണ് എപ്പോഴും അവിടെ കൂടുതൽ, മിക്കവാറും ക്രെഡിറ്റ് സൈഡാണ്. അതുകൊണ്ട് തന്നെ ഇൻകം അക്കൗണ്ട് എന്തായിരിക്കും, നമ്മൾ ടോട്ടൽ ചെയ്യുന്നു, അവിടെ ക്ലോസ് ചെയ്യുന്നു, എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അടുത്ത വർഷത്തേക്ക് നമ്മൾ ബാലൻസ് ചെയ്ത് അവരുടെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ഇവയാണ് പ്രധാനമായിട്ടും നമ്മൾ ബാലൻസ് ചെയ്യുന്ന രീതി പറഞ്ഞത്. ഓർമ്മിക്കുക, ബാലൻസ് ചെയ്യേണ്ടത് എന്താണ്, ബാലൻസിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ഈച്ച് ആൻഡ് എവറി അക്കൗണ്ട് ബാലൻസ്. ഓക്കെ, അസർട്ടൈൻ ദ ബാലൻസ് ഓഫ് ഈച്ച് ആൻഡ് എവറി അക്കൗണ്ട് ഇൻ ദ ലെഡ്ജർ. ലെഡ്ജറിലുള്ള ഓരോ അക്കൗണ്ടിന്റെയും ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കാനും അവയുടെ നമ്മൾ ഡിഫറൻസ്, ആ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിച്ച് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ നമ്മൾ കണ്ടുപിടിക്കും. ദെൻ നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് അക്കൗണ്ട് ആണ്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഈ ബാലൻസിംഗ്, നമുക്ക് അടുത്ത് പഠിക്കേണ്ട രണ്ട് ടേം ആണ് ക്ലോസിംഗ് ബാലൻസ് ആൻഡ് ഓപ്പണിംഗ് ബാലൻസ്. എന്താണ് ക്ലോസിംഗ് ബാലൻസ്, എന്താണ് ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് നോക്കാം. ക്ലോസിംഗ്, ആ വാക്ക് തന്നെ ഉണ്ട്, ക്ലോസിംഗ് ബാലൻസ് ആൻഡ് ഓപ്പണിംഗ് ബാലൻസ്. അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനം കാണിക്കുന്ന ബാലൻസ് ആണ് ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് എല്ലാം ക്ലോസ് ചെയ്യുകയാണ്. നമ്മൾ ഓരോ അക്കൗണ്ടിന്റെയും ബാലൻസ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നുണ്ട്. അത് ഡെബിറ്റ് ബാലൻസ് ആകാം, ക്രെഡിറ്റ് ബാലൻസ് ആകാം. ഓക്കെ, വൈൽ ക്ലോസിംഗ് ദ ലെഡ്ജർ അക്കൗണ്ട്സ് വി ക്യാൻ അസർട്ടൈൻ ദ ബാലൻസ് എയ്തർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസസ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡ്. ദീസ് ആർ നോൺ ആസ് ക്ലോസിംഗ് ബാലൻസ്. കാരണം അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനം കാണിക്കുന്ന ബാലൻസ് അത് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിലും ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിലും അവ അക്കൗണ്ടിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡ് ആയത് ആ ബാലൻസിനെ പറഞ്ഞ പേര് ക്ലോസിംഗ് ബാലൻസസ്. ഓക്കെ, ഇവ നമ്മൾ എങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യുന്നു, അടുത്ത അക്കൗണ്ടിംഗ് പീരീഡിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു. അതാണ് അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയി മാറുന്നത്. അതായത് അക്കൗണ്ടിംഗ് പീരീഡിന്റെ ബിഗിനിങ്ങിലുള്ള ബാലൻസ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നു. അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനമുള്ള ബാലൻസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ്, ഈ അക്കൗണ്ടിംഗ് പീരീഡിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും അടുത്ത അക്കൗണ്ടിംഗ് പീരീഡിന്റെ ഓപ്പണിംഗ് ബാലൻസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കി. ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോഴേക്ക് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഒരു 10,000 കിട്ടി. ഈ വർഷം അവസാനം അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ അസറ്റ് എല്ലാം ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ മിക്കവാറും, ഓക്കെ എപ്പോഴല്ല, മിക്കവാറും അസറ്റ് എല്ലാം തന്നെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ആ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അവയുടെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും അടുത്ത വർഷത്തെ ക്യാഷ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ്. പക്ഷെ ഒരിക്കലും ഓപ്പണിംഗ് ബാലൻസ് ആവത്തില്ല അടുത്ത ക്ലോസിംഗ് ബാലൻസ്. അവ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ ഈ വർഷത്തെ closing balance will be the opening balance of the next accounting period. അത് എപ്പോഴും ഓർമ്മിക്കുക. നമുക്കിനി നോക്കാം എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുക എന്ന്. ഒരു സിമ്പിൾ, ഞാനിപ്പോ ഒരു ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കാം. അക്കൗണ്ടിംഗ് ബാലൻസ് ഞാൻ പറഞ്ഞിരുന്നു, ഡെബിറ്റ് സൈഡ് ടോട്ടലും ക്രെഡിറ്റ് സൈഡ് ടോട്ടലും നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഡിഫറൻസ് എന്ന് വെച്ചാൽ എവിടെയാണോ കൂടുതൽ,
ഓക്കെ, മറുവശത്ത് കുറവായിരിക്കും, അവിടുത്തെ ബാലൻസ് എത്ര നമ്മൾ കണ്ടുപിടിക്കുക. എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു ക്യാഷ് അക്കൗണ്ട് വരയ്ക്കാണ്. എങ്ങനെ നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിപ്പോ കുറെ ജേർണൽ എൻട്രീസ് ഉണ്ട്, കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നു, അത് വെച്ച് നമ്മൾ കുറെ ജേർണൽ എൻട്രീസ് തയ്യാറാക്കി. അങ്ങനെ തയ്യാറാക്കി നമുക്ക് ഒരു ക്യാഷ് അക്കൗണ്ട്, ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, ഒരു ക്യാഷ് അക്കൗണ്ട് ഞാനിപ്പോ തയ്യാറാക്കാൻ പോവാണ്. ക്യാഷ് അക്കൗണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഫോർമാറ്റ് ടി ഫോർമാറ്റ് ആണ്. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഇവിടെ നമുക്ക് ഡെബിറ്റ് സൈഡ് എന്തൊക്കെ വരുന്നുണ്ട്? ഒരു ഡേറ്റ് കോളം വരുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ കോളം വരുന്നുണ്ട്, ഒരു ജേർണൽ ഫോളിയോ, ദെൻ ഡെബിറ്റ് എമൗണ്ട്. അഗൈൻ ഡേറ്റ് കോളം, പർട്ടിക്കുലർ കോളം, ജേർണൽ ഫോളിയോ, ക്രെഡിറ്റ് എമൗണ്ട്. ഓക്കെ, നമുക്ക് അവയുടെ ഡീറ്റെയിൽസ് എഴുതാം. ആദ്യം ഡേറ്റ്, ദെൻ പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, ദെൻ എമൗണ്ട്, ഡെബിറ്റ് എമൗണ്ട്, ദെൻ അഗൈൻ ക്രെഡിറ്റ് സൈഡ് എന്നൊക്കെ വരുന്നുണ്ട്. സെയിം തന്നെയാണ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, ദെൻ ക്രെഡിറ്റ് എമൗണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു ക്യാഷ് അക്കൗണ്ട് ജസ്റ്റ് ഒരു ഫോർമാറ്റ് എങ്ങനെയാണ് ബാലൻസ് ചെയ്തെന്ന് പഠിക്കാൻ വേണ്ടി ഒരു ഫോർമാറ്റിലേക്കാണ്. ഇപ്പം 1/4/2018 ആദ്യം നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നു. അപ്പൊ നമ്മുടെ ജേർണൽ എൻട്രി എന്തായിരുന്നു? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മളിപ്പോ ടു ക്യാപിറ്റൽ ഇനത്തിൽ നമുക്ക് കുറച്ച് രൂപ കിട്ടി. ടു ക്യാപിറ്റൽ ഒരു 1 lakh rupees, ഫോർ എക്സാമ്പിൾ 1 lakh rupees നമുക്ക് ക്യാപിറ്റൽ കിട്ടി. ദെൻ നമ്മള് അന്ന് കുറെ ദിവസം നമ്മൾ പർച്ചേസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ 5/4/2018 പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മൾ സാധനം സാധനം നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എത്ര രൂപയ്ക്കാണ്? അങ്ങനെ സാധനം വാങ്ങുമ്പോൾ ജേർണൽ എൻട്രി നമുക്കറിയാം. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് നമ്മൾ എന്ത് എഴുതുന്നു? ബൈ പർച്ചേസസ് എന്ന് എഴുതി. എമൗണ്ട് ഒരു 20,000, 20,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു. ദെൻ ഒരു 7-ാം തീയതി നമ്മൾ സാധനങ്ങൾ വിറ്റു. 7/4/2018 സാധനങ്ങൾ വിറ്റു. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഒരു 7,000 രൂപയ്ക്ക് നമ്മൾ സാധനങ്ങൾ വിറ്റു. ജേർണൽ എൻട്രി എന്താണ്? സാധനങ്ങൾ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ദെൻ സെയിൽസ് അക്കൗണ്ട്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് നമ്മൾ എന്ത് എഴുതും? ടു സെയിൽസ് എന്ന് എഴുതും. സെയിൽസ് ഒരു 7,000 rupees. ദെൻ നമ്മൾ അടുത്തെന്ത് ചെയ്തു? നമ്മള് എന്താണ്? സാലറി കൊടുത്തു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ സാലറി കൊടുത്തു. ഒരു 24/2018 സാലറി കൊടുത്തു. പേയ്മെന്റ് ആണ്. അപ്പൊ സാലറി കൊടുക്കുമ്പോൾ എക്സ്പെൻസ് ആണ്. ജേർണൽ എൻട്രി വരുന്നത് സാലറി അക്കൗണ്ട് ഡെബിറ്റും ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റും. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ചെയ്യുന്നതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് നമ്മൾ ബൈ സാലറി എന്ന് എഴുതുന്നുണ്ട്. ബൈ സാലറി ₹8,000. ഓക്കെ, അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കമ്മീഷൻ കിട്ടി. നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ഉദാഹരണം പറയുന്നത്, നമുക്ക് കമ്മീഷൻ കിട്ടി. കമ്മീഷൻ ഇൻകം ആണ്. നമുക്ക് കമ്മീഷൻ കിട്ടുമ്പോൾ ജേർണൽ എൻട്രി എന്തായിരുന്നു? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, കമ്മീഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആയിരുന്നു. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് എന്തായിരുന്നു? ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതുന്നു, കമ്മീഷൻ അക്കൗണ്ട് എഴുതുന്നു. ഡേറ്റ് 25/4/2018 ടു കമ്മീഷൻ അക്കൗണ്ട്. ഞാനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. നമുക്ക് ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കാം. നമ്മുടെ മനസ്സിൽ ജേർണൽ എൻട്രി പറഞ്ഞു കഴിഞ്ഞാൽ മതി, നമുക്ക് ഈ സെറ്റ് അക്കൗണ്ട് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ബൈ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് അത് സാധിക്കും. ദെൻ ഞാൻ അടുത്ത് പറയുന്നത് റെന്റ് കൊടുത്ത്, പെയ്ഡ് റെന്റ്. ഓക്കെ, റെന്റ് പേയ്മെന്റ് അടുത്തപ്പോൾ എക്സ്പെൻസ് ആണ്. നമുക്ക് ജേർണൽ എൻട്രി അറിയാം. റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ദെൻ ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ്സ് നമ്മൾ എന്ത് എഴുതുന്നു? എന്താണ്? റെന്റ് എഴുതുന്നു. ബൈ റെന്റ് എഴുതുന്നു. ബൈ റെന്റ് എമൗണ്ട് 5,000. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത്രയും മതി ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. കമ്മീഷൻ ഞാൻ എമൗണ്ട് എഴുതിയില്ലായിരുന്നു. കമ്മീഷൻ ഒരു 2,000 കിട്ടിയെന്ന് വിചാരിച്ചോളൂ. ഇതിപ്പോ ഒരു ക്യാഷ് അക്കൗണ്ട് ആണ്. നമുക്കൊരു ഫോർമാറ്റ്, നമുക്ക് അതിന്റെ ജേർണൽ എൻട്രീസ് ഒക്കെ നമ്മൾ മനസ്സിൽ പറഞ്ഞിട്ട് അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞു. ഇതൊരു ക്യാഷ് അക്കൗണ്ട് ഫോം. നമുക്ക് എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്? അപ്പൊ എപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവണം. അസറ്റ് അക്കൗണ്ടും എക്സ്പെൻസ് അക്കൗണ്ടും മിക്കവാറും മിക്കവാറും ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ.
അസറ്റ് അക്കൗണ്ടും എക്സ്പെൻസ് അക്കൗണ്ടും മിക്കവാറും ഡെബിറ്റ് സൈഡ് ആയിരിക്കും. ലയബിലിറ്റീസ്, ഇൻകം, ക്യാപിറ്റൽ, LIC നമ്മൾ അന്ന് ജേണൽ എൻട്രി ഒക്കെ റൂൾസ് ഒക്കെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അസറ്റ് അക്കൗണ്ടും എക്സ്പെൻസ് അക്കൗണ്ടും മിക്കവാറും എപ്പോഴായിരിക്കും എവിടെയായിരിക്കും കൂടുതൽ? ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. ദെൻ ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ഇവയുടെ ബാലൻസ് എപ്പോഴും ഇവയ്ക്ക് എപ്പോഴും ടോട്ടൽ എവിടെയായിരിക്കും കൂടുതൽ? ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ മിക്കവാറും. ഓക്കെ, ചില സമയങ്ങളിൽ മാറ്റം വരാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കണം, ഞാനിപ്പോ പറഞ്ഞത് ക്യാഷ് അക്കൗണ്ട് ഒരു അസറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം മിക്കവാറും ഡെബിറ്റ് സൈഡ് ആയിരിക്കും. അതൊന്നും അല്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം എവിടെയാണ് കൂടുതലെന്ന്. ഓക്കെ, നമ്മളിപ്പോ നമുക്ക് മനസ്സിലായി ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. നമ്മൾ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാൻ പോവുകയാണ്. ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തപ്പം ഇവിടെ 1 lakh then 9,000. ഓക്കെ, 1,09,000 ആണ് കൂടുതൽ. സോ ഞാൻ അതെന്ത് ചെയ്തത്, എങ്ങനെ ബാലൻസ് ചെയ്തെന്ന് പഠിക്കുക. ആദ്യം നമ്മള് രണ്ട് വശത്തും രണ്ട് എമൗണ്ട് കോളത്തിലും ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് സ്ഥലം എടുക്കാൻ നമുക്കിവിടെ ബാലൻസ് കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുറച്ച് സ്ഥലം ഇട്ടതിന് ശേഷം താഴെ രണ്ട് വശത്തും ഒരേ വരയിടുക എമൗണ്ട് കോളത്തിൽ. ദെൻ ടോട്ടൽ ചെയ്തു. ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. ഡെബിറ്റ് സൈഡ് ഞാൻ ടോട്ടൽ ചെയ്തപ്പോ 1,09,000 നമുക്ക് കിട്ടി. 1,09,000 കിട്ടി. അപ്പൊ ഈ വലിയ എമൗണ്ട് എവിടെയാണ് നമ്മൾ ചിലപ്പോൾ നമുക്ക് രണ്ട് നോക്കുമ്പോൾ നമുക്ക് അറിയില്ല എങ്കിൽ രണ്ട് ദിവസത്തിൽ എവിടെയാണ് കുറെ എമൗണ്ട് ഉണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആദ്യം ഒരു സൈഡ് കൂട്ടി എഴുതി വെക്കുക. ദെൻ അടുത്ത സൈഡ് ക്രെഡിറ്റ് സൈഡ് കൂട്ടി എഴുതി വെക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാകും ഏതാണ് കൂടുതലെന്ന്, ഏത് വശത്താണ് കൂടുതലെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ കൂടിയ എമൗണ്ട് എവിടെയാണോ കൂടുതൽ ആ കൂടിയ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് വശത്തും എഴുതണം. 1,09,000 എഴുതി അണ്ടർലൈൻ ചെയ്തു. നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. എവിടെയാണ് കുറവ്? ക്രെഡിറ്റ് സൈഡ് കുറവാണ്. ഓക്കെ, അപ്പൊ ക്രെഡിറ്റ് സൈഡ് കുറവാണ്. എത്ര രൂപ കുറവ് വന്നു? ഇവിടെ നമുക്ക് 1,09,000 വന്നിട്ടുണ്ട്. ഈ 1,09,000 ഇവിടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എത്രയുള്ളൂ ക്രെഡിറ്റ് സൈഡ്? 20,000, 8,000, 28,000, 31,000. അപ്പൊ 31,000 ആണ് അവിടെ ടോട്ടൽ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ വലിയ തുകയിൽ നിന്ന് ചെറിയ തുക കുറയ്ക്കുക. ഇപ്പൊ ഡെബിറ്റ് സൈഡ് ടോട്ടൽ കൂടുതലാണ്. ഡെബിറ്റ് സൈഡ് ടോട്ടലിൽ നിന്ന് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ഇവിടെ കുറയ്ക്കുമ്പോൾ നമുക്കിപ്പോ ഡെബിറ്റ് സൈഡ് ടോട്ടൽ 1,09,000 മൈനസ് ഇവിടെ എത്ര കിട്ടിയത്? 3 കൂടെ കൂട്ടിയപ്പോ നമുക്ക് 31,000 കിട്ടി. 31,000 നമ്മൾ കുറച്ചപ്പോൾ നമുക്ക് ബാലൻസ് വരുന്നത് എത്രയാണ്? എത്ര രൂപ ഡിഫറൻസ് ഉണ്ട്? ഡെബിറ്റ് സൈഡ് ടോട്ടലും ക്രെഡിറ്റ് സൈഡ് ടോട്ടലും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് ഡിഫറൻസ് വരുന്നത് എത്രയാണ്? 78,000 ഡിഫറൻസ് വന്നു. ഓക്കെ, എത്രയാണോ ഡിഫറൻസ് വന്നത് അത് എവിടെ ഏത് സൈഡാണോ കുറവുള്ളത് അതെവിടെ എഴുതി കാണിക്കുക. കാരണം നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ടും തുല്യമാവണം. അപ്പൊ ഇവിടെ ടോട്ടൽ ചെയ്തപ്പോൾ ഇവിടെയാണ് കൂടുതൽ. ആ തുക നമ്മൾ രണ്ട് വശത്തും എഴുതി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? കുറവുള്ളത് എവിടെയാണോ അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഡെബിറ്റ് സൈഡ് ടോട്ടലും ക്രെഡിറ്റ് സൈഡ് ടോട്ടലും നമ്മൾ എഴുതി മൈനസ് കണ്ടുപിടിച്ച് നമുക്ക് എത്ര കിട്ടി? 78,000 കിട്ടി. ദാറ്റ് ഈസ് ദ ബാലൻസ്. നമ്മൾ എപ്പോഴും അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനമാണ് നമ്മൾ ബാലൻസ് ചെയ്തത്. ഇപ്പൊ ഇവിടെ ഉദാഹരണം മന്ത്ലി ആണെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഇപ്പൊ മന്ത്ലി ആണ്. ഏപ്രിൽ മാസം മന്ത് എൻഡ് എന്താണ്? 30/4/2018. ഓക്കെ, അന്ന് ബാലൻസ് ചെയ്യുന്ന രീതി നോക്കിക്കോളൂ. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എഴുതുന്നത്. ആ ബാലൻസിന്റെ നേരെ ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ദാറ്റ് മീൻസ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകുന്നു. അതിനാണ് നമുക്ക് രണ്ട് സൈഡും തുല്യമാക്കാൻ വേണ്ടി ആ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ ബാലൻസ് ക്യാരി ഡൗൺ ആക്കുന്നു. ഓക്കെ, ആ ബാലൻസിന് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതി. അപ്പൊ ഇപ്പൊ നമുക്ക് രണ്ടു വർഷം കൂട്ടി നോക്കുമ്പോ എത്ര കിട്ടും? 1,09,000 കിട്ടും. കംപ്ലീറ്റ് ആയില്ല. ഇതിപ്പോ നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ആ മന്ത് എൻഡിലുള്ള ക്ലോസിംഗ് ബാലൻസ് ആണ്. ഇവ നമ്മൾ അടുത്ത അക്കൗണ്ടിംഗ് പീരീഡിലേക്ക് മാറ്റുന്നു. ബ്രോഡ് ഡൗൺ ചെയ്യുകയാണ്. എന്താണ് എഴുതേണ്ട രീതി? ലാസ്റ്റ് അക്കൗണ്ട് എല്ലാം കംപ്ലീറ്റ് ആക്കി നമ്മൾ തീർന്നതിന് ശേഷം ലാസ്റ്റ് എഴുതുന്നോളും അടുത്ത മാസത്തേക്കാണ് നമ്മൾ അതിനെ ബ്രോഡ് ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എത്ര രൂപയാണ്? 78,000 ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. അത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആക്കി കൊണ്ടുവരികയാണ്. ഇവിടെ നമ്മൾ ഏപ്രിൽ മാസം അവസാനം, അടുത്ത മാസം ഏതാണ്? മെയ് മാസം. മെയ് മാസം 1-ാം തീയതി. ദാറ്റ് ഈസ് ഓപ്പണിംഗ് ബാലൻസ് 1/5/2018 ടു ബാലൻസ് എഴുതുന്ന രീതി ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. എത്ര രൂപയാണ് ഇവിടെ വ്യത്യാസം വന്നത്? 70. അതാണ് ഞാൻ പറഞ്ഞത്. ആ അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനത്തെ ക്ലോസിംഗ് ബാലൻസ് വിൽ ബി ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് നെക്സ്റ്റ് അക്കൗണ്ടിംഗ് പീരീഡ്. ഓക്കെ, അപ്പം ആ മാസം അവസാനത്തെ ക്ലോസിംഗ് ബാലൻസ് എത്രയായിരുന്നു? ക്യാഷ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്നുള്ളത് 78,000 രൂപ.
അപ്പൊ നമുക്ക് ഇത്ര രൂപ കിട്ടി, ഇത്ര രൂപ ചെലവായി, ബാക്കി എത്രയുണ്ട് നമ്മുടെ കൈവശം? 78,000 നമ്മുടെ കൈവശമുണ്ട്. ആ 78,000 നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്? അടുത്ത അക്കൗണ്ടിംഗ് പീരീഡിലേക്ക് കൊണ്ടുപോവുകയാണ്. ദാറ്റ് ഈസ് ടു ബാലൻസ് ഡേറ്റ്. ഓർമ്മിക്കാം, ഇത് അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനം, ഇത് അടുത്ത അക്കൗണ്ടിംഗ് പീരീഡിന്റെ ഓപ്പണിംഗ്. ഓക്കെ, ഓപ്പണിംഗ് ഡേറ്റ് ശ്രദ്ധിച്ച് എഴുതുക. ഇവിടെ നമുക്ക് ബാലൻസ് എത്രയാണുള്ളത്? 78,000. ഓക്കെ, ഇങ്ങനെയാണ് ഒരു അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, ആദ്യം നമ്മൾ രണ്ട് വശവും ടോട്ടൽ കണക്കാക്കുക. ഏത് വശത്താണോ ടോട്ടൽ കൂടുതലുള്ളത്, ഓക്കെ, ഏത് ഡെബിറ്റ് സൈഡ് ടോട്ടൽ ആണോ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ആണോ കൂടുതലെന്ന് നോക്കുക. ഇപ്പൊ നമ്മൾ നോക്കിയപ്പോഴേക്കും ഇവിടെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ആണ് കൂടുതൽ. അപ്പൊ അവിടെ നമ്മൾ ടോട്ടൽ എഴുതി, അതേ എമൗണ്ട് തന്നെ നമ്മൾ രണ്ട് വശത്തും എഴുതി എന്താണ് ഈക്വൽ ചെയ്തു. ഈക്വൽ ആക്കാൻ വേണ്ടി ഇവിടെ ഒരു വ്യത്യാസം വന്നു. ആ വ്യത്യാസം എന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി ഡെബിറ്റ് സൈഡ് ടോട്ടലിൽ നിന്ന് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ, ഓക്കെ, ഇത് ഇത്രയും കൂട്ടി നോക്കിയപ്പോഴാണ് നമുക്ക് 31,000 കിട്ടിയത്. ഇത് ഇത്രയും കൂട്ടി നോക്കിയപ്പോൾ നമുക്ക് 1,09,000. ഇതിൽ നിന്ന് ഇത് കുറച്ച് നമ്മൾ ബാലൻസ് നമുക്ക് കിട്ടിയത് എത്രയാണ്? 78,000 നമുക്ക് കിട്ടി. അത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ആയിരുന്നു. അത് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്ത് നെക്സ്റ്റ് ഓപ്പണിംഗ് പീരീഡിലേക്ക്. ഇങ്ങനെയാണ് നമുക്ക് പ്രധാനമായിട്ടും അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമുക്കൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് കുറെ ഇപ്പോൾ ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അവയുടെ ജേർണൽ എൻട്രി തയ്യാറാക്കുക. ജേർണൽ എൻട്രി തയ്യാറാക്കിയ ശേഷം ആ ഓരോ ജേർണൽ എൻട്രി നമ്മൾ അതിന്റെ അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്തതിനു ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി? അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഒരു കണക്കൂടെ നോക്കാം എങ്ങനെയാണ് നമുക്ക് അക്കൗണ്ട് ഈസി ആയിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിളൂടെ നോക്കാം. ഞാനിവിടെ ഒരു പർച്ചേസ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഞാൻ പറഞ്ഞു, കാരണം നേരത്തെ ഞാൻ ടെമ്പററി അക്കൗണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ടെമ്പററി അക്കൗണ്ടിൽ എക്സ്പെൻസ് അക്കൗണ്ട് നമ്മൾ ടോട്ടൽ ചെയ്യുക മാത്രമേ ഉള്ളൂ, അടുത്ത വർഷത്തേക്ക് നമ്മൾ ക്യാരി ഓവർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഇൻകം അക്കൗണ്ട് നമ്മൾ ടോട്ടൽ ചെയ്യുകയുള്ളൂ, അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യാം. അവിടെ ഒരു എക്സെപ്ഷണൽ കേസാണ് പർച്ചേസ് അക്കൗണ്ട്. കാരണം പർച്ചേസ് അക്കൗണ്ട് നമുക്ക് ഡെബിറ്റ് സൈഡും ട്രാൻസാക്ഷൻസ് വരാറുണ്ട്, ക്രെഡിറ്റ് സൈഡ് നമുക്ക് ട്രാൻസാക്ഷൻസ് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പർച്ചേസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പെൻസ് അക്കൗണ്ടിൽ ഒരു എക്സെപ്ഷണൽ കേസാണ് പർച്ചേസ് അക്കൗണ്ട്. കാരണം പർച്ചേസ് അക്കൗണ്ടിന് നേരത്തെ പറഞ്ഞത് എക്സ്പെൻസിനെല്ലാം ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക, ദെൻ ഇൻകം എല്ലാം ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു. അവിടെ ആകെ ഒരു എക്സെപ്ഷണൽ കേസ് വന്നത് പർച്ചേസ് അക്കൗണ്ട്. കാരണം പർച്ചേസ് അക്കൗണ്ടിന് മിക്കവാറും ഡെബിറ്റ് സൈഡും ട്രാൻസാക്ഷൻസ് വരാറുണ്ട്, ക്രെഡിറ്റ് സൈഡും ട്രാൻസാക്ഷൻസ്. അങ്ങനെ രണ്ട് സൈഡും ട്രാൻസാക്ഷൻസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അക്കൗണ്ട് ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഏതെങ്കിലും രണ്ട് സൈഡും ട്രാൻസാക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ബാലൻസ് ചെയ്യണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് പർച്ചേസ് അക്കൗണ്ട് കുറെ ട്രാൻസാക്ഷൻസ് പറയാം. ഇപ്പൊ നമ്മൾ ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞു. ബിസിനസ് നമ്മൾ എന്ത് ചെയ്തു? ഒരു 2-ാം തീയതി ആയപ്പോഴേക്കും സാധനങ്ങൾ വാങ്ങിച്ചു. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹20,000. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. ജേർണൽ എൻട്രി എന്തായിരിക്കും? പർച്ചേസിന് സാധനം വാങ്ങിച്ച ജേർണൽ എൻട്രി, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്, പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. ഞാനിപ്പോ ഡേറ്റ് എഴുതുകയാണ്. ഫോർ എക്സാമ്പിൾ 2/5/2017 നമുക്ക് ടു ക്യാഷ് അക്കൗണ്ട് എഴുതാം. ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് എത്രയാണ്? ഒരു 20,000 rupees. ഓക്കെ, 20,000 rupees നമ്മൾ എന്ത് ചെയ്തു? സാധനം വാങ്ങിച്ചു. ദെൻ അടുത്ത ഞാൻ പറയാൻ പോകുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. സാധനം നമ്മൾ കടമായിട്ട് വാങ്ങിച്ചു, ക്യാഷിനല്ല വാങ്ങിച്ചത്, സാധനം നമ്മൾ കടമായിട്ട് വാങ്ങിച്ചു. എത്ര രൂപയ്ക്കാണ്? ഫ്രം മോഹൻ ട്രേഡേഴ്സ്. ഫോർ എക്സാമ്പിൾ ഒരു മോഹൻ ട്രേഡേഴ്സിന്റെ കയ്യിൽ നമ്മൾ സാധനം ഒരു 10,000 രൂപയുടെ സാധനം കടമായിട്ട് വാങ്ങിച്ചു. ജേർണൽ എൻട്രി എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ്, മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കുറെ ജേർണൽ എൻട്രി എഴുതി നമ്മൾ ശീലിച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ജേർണൽ എൻട്രി പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ സാധനം വാങ്ങിച്ചു, പർച്ചേസ് എന്ന എക്സ്പെൻസ് കൂടി, ദെൻ മോഹൻ ട്രേഡേഴ്സ് എന്ന ലയബിലിറ്റി നമുക്ക് കൂടി. അതുകൊണ്ട് നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ തയ്യാറാക്കുന്നത് പർച്ചേസ് അക്കൗണ്ട് ആയതുകൊണ്ട്, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ടു മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട്. ടു മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് പോസ്റ്റിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. 3/5/2017 ഒരു 10,000 rupees. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറഞ്ഞേക്കാം. ഗുഡ്സ് വിഡ്രോൺ ഫോർ ദ പർപ്പസ് ഓഫ് പേഴ്സണൽ യൂസ്. ആരെങ്കിലും അവിടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗുഡ്സ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, സ്ഥാപനത്തിൽ നിന്ന് അവിടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന ജേർണൽ എൻട്രി എന്താണ് നമ്മൾ പഠിച്ചത്?
ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് അക്കൗണ്ട്. ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്തത്, ക്യാഷ് അല്ല. ഗുഡ്സ് വിഡ്രോൺ ഫോർ ഹിസ് പേഴ്സണൽ പർപ്പസ്. അങ്ങനെ വരുമ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് കൊടുക്കുക, ദെൻ പർച്ചേസ് അക്കൗണ്ട് ക്രെഡിറ്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് പർച്ചേസ് അക്കൗണ്ട് ക്രെഡിറ്റ്സിൽ എന്ത് വരുന്നുണ്ട്? ട്രാൻസാക്ഷൻ വരുന്നുണ്ട്, പോസ്റ്റിംഗ് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ജേണൽ എൻട്രി എന്താ പറഞ്ഞത്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ്, പർച്ചേസ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഓക്കെ, അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ക്രെഡിറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? പർച്ചേസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ ഡ്രോയിങ്സ് അക്കൗണ്ട്. ഞാൻ പറഞ്ഞ ട്രാൻസാക്ഷൻ എന്തായിരുന്നു? ഗുഡ്സ് വിഡ്രോൺ ഫോർ ദ പേഴ്സണൽ പർപ്പസ്. ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് തന്റെ പേഴ്സണൽ പർപ്പസിനായിട്ട് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? സ്ഥാപനത്തിൽ നിന്ന് ഗുഡ്സ് വിഡ്രോ ചെയ്തു. എങ്കിൽ ജേണൽ എൻട്രി എഴുതി വെച്ചോളൂ. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ആയതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് ക്രെഡിറ്റ്സ് നമ്മൾ എന്ത് എഴുതുന്നു? ഡ്രോയിങ്സ് അക്കൗണ്ട് എഴുതുന്നു. അവിടെ നമ്മൾ എമൗണ്ട് എഴുതുന്നതാണ് ഒരു 7,000. ഓക്കെ, ഇവിടെ ഇത്ര നമുക്ക് ഏകദേശം വന്ന പർച്ചേസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ. സാധനം വാങ്ങിച്ചു, കടമായിട്ട് സാധനം വാങ്ങിച്ചു, ദെൻ ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ്. ഇപ്പൊ നമുക്കിവിടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന രീതി പറയാനാണ്. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ ജസ്റ്റ് നമുക്ക് കാണുമ്പോൾ അറിയാം. ഇവിടെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. നേരത്തെ പറഞ്ഞു എക്സ്പെൻസ് മിക്കവാറും ഡെബിറ്റ് സൈഡായിരിക്കും കൂടുതൽ, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡ് എത്രയാണ്? 30,000. ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ നമുക്ക് 30,000 വന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡും ഒരേപോലെ എഴുതുക. ഏതാണോ ഹയർ എമൗണ്ട് അത് നമ്മൾ രണ്ട് സൈഡും ഒരേപോലെ എഴുതി 30,000 എഴുതി കഴിഞ്ഞു. അടുത്ത് എന്താ പറഞ്ഞത്? നമ്മൾ ഡെബിറ്റ് സൈഡ് ടോട്ടൽ എഴുതിയപ്പോഴേക്കും 30,000 വന്നു. അടുത്ത് നമുക്ക് എന്ത് കുറയ്ക്കണം? ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ നമ്മൾ അതൊന്ന് കുറയ്ക്കുക. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ എത്രയാണ്? 7,000. അപ്പൊ ഇവിടെ വ്യത്യാസം എത്ര വരുന്നു? 23,000 ആണ് ഇവിടെ വ്യത്യാസം വരുന്നത്, ഡിഫറൻസ് വരുന്നത്. 23,000 എത്രയാണ്? എന്താണത് എഴുതുന്നത് രീതി? ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട്. ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട്. ഇവിടെ നമ്മൾ ഡേറ്റ് ഏത് എഴുതും? അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനം. ഇവിടെ മന്ത് ആയതുകൊണ്ട് നമുക്ക് എഴുതാം. സോറി, ഇവിടെ ഡേറ്റ് കൊടുത്തില്ലായിരുന്നു. ഇവിടെ നമുക്കൊരു 10/5/2017 കൊടുക്കാം. ഇവിടെ നമ്മൾ ഡേറ്റ് കൊടുക്കാൻ പോണത് മന്ത് എൻഡ് 31. മന്ത് എൻഡ് മെയ് മാസം 31 ഡേയ്സ് ഉണ്ട്. 31/5/2017. ക്ലോസിംഗ് ബാലൻസ് നമുക്ക് കിട്ടി എന്താണ്? 23,000. അപ്പൊ ഈ ബാലൻസ് ഏതാണ്? ഇതൊരു ഡെബിറ്റ് ബാലൻസ് ആണ്. കാരണം എന്താണ്? ഡെബിറ്റ് സൈഡ് ടോട്ടൽ ആണ് കൂടുതൽ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇഫ് ഡെബിറ്റ് സൈഡ് ടോട്ടൽ ഈസ് ഹെവിയർ ദാൻ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ. ഡെബിറ്റ് സൈഡ് ടോട്ടൽ ക്രെഡിറ്റ് സൈഡിനേക്കാളും കൂടുതലാണെങ്കിൽ ആ ബാലൻസിനെ പറഞ്ഞ പേര് ഡെബിറ്റ് ബാലൻസ്. ഓക്കെ, അപ്പൊ ഈ ബാലൻസ് ഇപ്പൊ എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. കാരണം ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ, അതുകൊണ്ട് ഈ ബാലൻസിനെ പറഞ്ഞ പേര് ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ബാലൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത വർഷത്തെ ഓപ്പണിംഗ് നെക്സ്റ്റ് അക്കൗണ്ടിംഗ് പീരീഡിലേക്ക് നമ്മൾ ഇതിനെ ബ്രോട്ട് ഡൗൺ ചെയ്യുന്നു. ഡേറ്റ് എന്ത് എഴുതുക? 1/6. മെയ് അല്ലേ ഇവിടെ? ഇവിടെ നമ്മൾ ജൂൺ മാസം 1/6/2017 ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ. എത്ര രൂപയാണ് ഡെബിറ്റ് ബാലൻസ്? 23,000. ഓക്കെ, അപ്പോൾ ബാലൻസ് എപ്പോഴും ശ്രദ്ധിക്കാം. ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും അതേ സൈഡ് തന്നെ. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ് വരും, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് വരും. ഏത് ബാലൻസ് ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ്. പക്ഷെ ക്ലോസിംഗ് ബാലൻസ് ഓപ്പോസിറ്റ് സൈഡ് ആണ് വരുന്നത്. ഇഫ് ഡെബിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് വരുന്നത് എവിടെയാണ്? ഓപ്പോസിറ്റ് ക്രെഡിറ്റ് സൈഡ് വരും. ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് ബാലൻസ് ആണെങ്കിൽ എപ്പോഴും ഏത് സൈഡാണോ ബാലൻസ് അതേ സൈഡ് തന്നെ വരും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ്, ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ, അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡ് വരും. പക്ഷെ ക്ലോസിംഗ് ബാലൻസ് അങ്ങനെയല്ല. ക്ലോസിംഗ് ബാലൻസ് ഏത് ബാലൻസ് ആണ് ഉള്ളത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പൊ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ആണ് ക്ലോസിംഗ് ബാലൻസ് വരുന്നത്. അതുകൂടെ കൺഫ്യൂസ് ചെയ്യേണ്ട, നോക്കിയിരുന്നാൽ മതി. ഇപ്പൊ നമ്മൾ രണ്ട് വശത്തും ടോട്ടൽ ആ ബാലൻസിന്റെ രീതി ഇത്രയേ ഉള്ളൂ. രണ്ട് വശത്ത് നമ്മൾ ടോട്ടൽ എടുക്കുന്നുണ്ട്. ടോട്ടൽ എടുത്തതിന് ശേഷം ഏതാണോ കൂടുതൽ ഓക്കെ അത് നമ്മൾ രണ്ട് വശത്തും എഴുതുന്നുണ്ട്. എഴുതുന്നതിന് ശേഷം വ്യത്യാസം കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഡെബിറ്റ് സൈഡ് ഇപ്പൊ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ കുറച്ചതിന് ശേഷം അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിന്റെ ബാലൻസ് കാണിക്കുന്നു. അത് ക്ലോസിംഗ് ബാലൻസ് നമ്മൾ അതിന്റെ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നെക്സ്റ്റ് അക്കൗണ്ടിംഗ് പീരീഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു എന്താണ് ക്രെഡിറ്റ് ബാലൻസിന്റെ ഒരു എക്സാമ്പിൾ എഴുതിയേക്കാം. എങ്ങനെയാണ് ക്രെഡിറ്റ് ബാലൻസിന്റെ നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു ഇൻകം അല്ലെങ്കിൽ ലയബിലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞു ഇൻകം അല്ലെങ്കിൽ ലയബിലിറ്റി എപ്പോഴും മിക്കവാറും ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ബാലൻസ്, ഇപ്പൊ ഞാനിപ്പോ ഡെബിറ്റ് ബാലൻസിന്റെ ക്യാഷ് അക്കൗണ്ടും പറഞ്ഞു, പർച്ചേസ് അക്കൗണ്ടും പറഞ്ഞിരുന്നു. ഇത് നമുക്ക് ഒരു ക്രെഡിറ്റ് ബാലൻസ് വരുന്ന ഏതൊരു ലയബിലിറ്റി എടുക്കാം.
ഫോർ എക്സാമ്പിൾ ഞാനൊരു മോഹൻ ട്രേഡേഴ്സിന്റെ കണക്ക് ചെയ്യുകയാണ്. ട്രേഡേഴ്സിന്റെ കണക്ക് ചെയ്യുമ്പോൾ മോഹൻ ട്രേഡേഴ്സ് നമ്മള് സാധനം കടമായിട്ട് വാങ്ങി ദെൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് പൈസ കൊടുക്കാനുണ്ട്. അപ്പൊ അതൊരു ലയബിലിറ്റിയാണ്. അപ്പൊ ഞാനൊരു മോഹൻ ട്രേഡേഴ്സിന്റെ അക്കൗണ്ട് തയ്യാറാക്കാൻ പോവുകയാണ്. മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട്. ട്രേഡേഴ്സിന്റെ അക്കൗണ്ട് നമുക്ക് വരയ്ക്കാം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എഴുതാം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. അഗൈൻ ക്രെഡിറ്റ് സൈഡ് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ഓക്കെ, നമുക്കിതൊരു ലയബിലിറ്റി ആണ്. കാരണം നമ്മൾ എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. കാരണം നമ്മൾ മോഹൻ ട്രേഡേഴ്സ് എന്നുള്ള ട്രേഡറുടെ കയ്യിൽ നിന്നാണ് ബിസിനസ് സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് വാങ്ങുന്നത് നമ്മൾ വിചാരിക്കുക. എങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് കണക്ക് ചെയ്യാൻ സാധിക്കുക? ആദ്യം നമ്മൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം മോഹൻ ട്രേഡേഴ്സ്. സാധനങ്ങൾ കടമായിട്ട് വാങ്ങിച്ചു. ഓക്കെ, കടമായിട്ട് വാങ്ങുമ്പോൾ ജേർണൽ എൻട്രി എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു മോഹൻ ട്രേഡേഴ്സ്. സോ മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഇവിടെ നമ്മൾ ജേർണൽ എൻട്രി പ്രകാരം എന്തായിരുന്നു? ക്രെഡിറ്റ് ആയതുകൊണ്ട്. ഓക്കെ, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ആണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ജേർണൽ എൻട്രി നോട്ട്ബുക്ക് എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട്. മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ആയതുകൊണ്ട് മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ പർച്ചേസസ്. ബൈ പർച്ചേസസ്. ഡേറ്റ് നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ 2/1/2020. എമൗണ്ട് 80,000 rupees. ഓക്കെ, മോഹൻ ട്രേഡേഴ്സിന്റെ കയ്യിൽ നമ്മൾ സാധനങ്ങൾ കടമായിട്ട് വാങ്ങിച്ചു. ജേർണൽ എൻട്രി ബൈ പർച്ചേസസ് എഴുതി. ഇത് നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ഈ മോഹൻ ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സാധനത്തിന് കുറെ സാധനങ്ങൾ എന്തെങ്കിലും ഡിഫക്റ്റ് കാരണം നമ്മൾ അവയെ തിരികെ ഏൽപ്പിച്ചു. ഓക്കെ, നമ്മളിപ്പോ തിരികെ ഏൽപ്പിക്കണം. ഒരു 8,000 rupeesന്റെ സാധനം നമ്മൾ തിരികെ ഏൽപ്പിക്കുകയാണ്. വാങ്ങിയ സാധനം നമ്മൾ തിരികെ ഏൽപ്പിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം തിരികെ ഏൽപ്പിക്കുമ്പോൾ അതിനെ പറഞ്ഞ പേര് പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ട്. ഓക്കെ, വാങ്ങിയ സാധനം നമ്മൾ തിരികെ റിട്ടേൺ ചെയ്തു. അങ്ങനെ റിട്ടേൺ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്താ നമ്മൾ പഠിച്ചത്? സപ്ലയേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ജേർണൽ എൻട്രി ഇപ്പൊ ഇവിടെ എങ്ങനെ വരും? മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ട്. ഓക്കെ, നമ്മൾ സാധനം തിരികെ കൊടുക്കുകയാണ്. ജേർണൽ എൻട്രി മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പർച്ചേസസ് റിട്ടേൺ. അപ്പൊ മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് നമ്മൾ ടു പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ട്. എമൗണ്ട് 8,000. ആദ്യമേ ഡേറ്റ് എഴുതുക. ഡേറ്റ് നമുക്ക് കോളത്തിലുണ്ടെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 8/1/2020. നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ പറഞ്ഞേക്ക് എന്തായിരിക്കാം? ക്യാഷ് പെയ്ഡ്. നമുക്ക് 80,000 സാധനം കടമായിട്ട് വാങ്ങിച്ചു. 8,000 rupees നമ്മൾ റിട്ടേൺ ചെയ്ത് ഡിഫക്റ്റ് ആയതുകൊണ്ട് പർച്ചേസസ് റിട്ടേൺസ്. ഇനി നമ്മൾ ക്യാഷ് പെയ്ഡ് എന്താണ്? പൈസ കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മള് ക്യാഷ് പെയ്ഡ് ടു മോഹൻ ട്രേഡേഴ്സ് ഒരു 20,000 rupees. അപ്പൊ ക്യാഷ് പെയ്ഡ് ടു മോഹൻ ട്രേഡേഴ്സ് ആകുമ്പോൾ ജേർണൽ എൻട്രി എന്തായിരിക്കും വന്നത്? മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ജേർണൽ എൻട്രി ഓർമ്മിക്കാം. മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. കാരണം മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് നമ്മൾ ക്യാഷ് കൊടുക്കുന്ന ഡേറ്റ് 10/1/2020 ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 20,000. ഓക്കെ, മനസ്സിൽ ജേർണൽ എൻട്രി പറയുക, അക്കൗണ്ട് ഏതാണെന്ന് നോക്കുക. ഇവിടെ നിന്ന് മനസ്സിലാക്കുക. കുറെ പ്രാക്ടീസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യമൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, പിന്നെ മനസ്സിലാക്കുക. ഓക്കെ, വീഡിയോ കണ്ട് ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞത് മോഹൻ ട്രേഡേഴ്സിന്റെ അക്കൗണ്ടിൽ നിന്ന് സാധനം വാങ്ങിയപ്പോൾ ജേർണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു മോഹൻ ട്രേഡേഴ്സ്. അപ്പൊ മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ആയതുകൊണ്ട് മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് നമ്മൾ ബൈ പർച്ചേസസ് എമൗണ്ട് എഴുതി. അടുത്ത നമ്മൾ റിട്ടേൺ ചെയ്തപ്പോൾ മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ആയിരുന്നു, പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട് ക്രെഡിറ്റ് ആയിരുന്നു. അപ്പൊ മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് നമ്മൾ ടു പർച്ചേസ് റിട്ടേൺ എഴുതി. Then cash paid to മോഹൻ ട്രേഡേഴ്സ്. എത്ര രൂപ കൊടുത്തു? 20,000 കൊടുത്തപ്പോഴേക്കും നമുക്ക് ജേർണൽ എൻട്രി മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് 20,000. ഓക്കെ, അടുത്ത് ഞാൻ പറയുകയാണ് എന്താണ്? മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ടിന്റെ കയ്യിൽ നമ്മൾ വീണ്ടും സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അടുത്ത വീണ്ടും നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 15
1/2020. Again we are purchasing goods on credit from Mohan Traders journal entry. Purchase account debted to Mohan Traders account. Okay, goods purchased on credit from Mohan Traders. journal entry എന്താണ്? Purchase account debted to Mohan Traders. അപ്പം പർച്ചേസ് അക്കൗണ്ട് ഡെറ്റഡ് ടു മോഹൻ ട്രേഡേഴ്സ്. മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ആയതുകൊണ്ട് മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് നമ്മൾ ബൈ പർച്ചേസസ് 20,000 ഒരു 20,000 സാധനം വാങ്ങിച്ചു. ദെൻ അവർക്ക് നമ്മൾ ചെക്ക് കൊടുക്കാണെന്ന് വെച്ചോളൂ. പൈസ ഇല്ല, പകരം നമ്മൾ ചെക്ക് കൊടുക്കുകയാണ്. എന്താണ്? ചെക്ക് ഗിവൻ ടു മോഹൻ ട്രേഡേഴ്സ്. ഒരു 50,000 റുപ്പീസിന്റെ ചെക്ക് കൊടുക്കാണെന്ന് വെച്ചോളൂ. ജേർണൽ എൻട്രി എന്തായിരിക്കും? മോഹൻ ട്രേഡേഴ്സ് എന്ന ലയബിലിറ്റി കുറയുന്നു, ബാങ്ക് എന്ന അസറ്റ് കുറയുന്നു. ജേർണൽ എൻട്രി മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പൊ മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് നമ്മൾ എന്ത് എഴുതുന്നു? ടു ബാങ്ക് അക്കൗണ്ട് എഴുതുന്നു. എമൗണ്ട് ഡേറ്റ് ഒരു 15 അല്ല, ഒരു 20. ഓക്കെ, 21/2020. എമൗണ്ട് 50,000. ഇതൊക്കെയാണ് ഇപ്പൊ നമുക്ക് ഏകദേശം ഇത്രയും ട്രാൻസാക്ഷൻസ് മോഹൻ ട്രേഡേഴ്സുമായി ബന്ധപ്പെട്ട കുറെ ട്രാൻസാക്ഷൻസ് നടന്നു. ആദ്യം നമ്മൾ സാധനം വാങ്ങിച്ചു, ദെൻ റിട്ടേൺ ചെയ്തു, ദെൻ ക്യാഷ് കൊടുത്തു, ദെൻ നമ്മൾ വീണ്ടും സാധനം വാങ്ങിച്ചു, അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് വഴി കുറച്ച് രൂപ കൂടി നമ്മൾ കൊടുത്തു. ഇത് ഇത്രയും ട്രാൻസാക്ഷൻസ് നമുക്ക് എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പൊ നമുക്ക് മോഹൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ബാലൻസ് നോക്കുമ്പോൾ തന്നെ അറിയാം. ആദ്യം നമ്മൾ ഇപ്പൊ ഇവിടെ കൺഫ്യൂഷൻ ആവാം, ഏതാണ് കൂടുതൽ, ഏത് സൈഡാണ് കൂടുതൽ, ഏത് സൈഡാണ് കുറവെന്നുള്ളത്. നമുക്ക് സംശയം എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് വശവും ടോട്ടൽ ചെയ്തേക്കാം. ഞാനിപ്പോ ആദ്യം ഞാൻ ഇവിടെ ടോട്ടൽ ചെയ്യണം. ഇവിടെ 8,000, 28,000, 78,000. ഇപ്പൊ ഡെബിറ്റ്സിന് ടോട്ടൽ ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് 78,000. ദെൻ ക്രെഡിറ്റ്സിന് ടോട്ടൽ ചെയ്തപ്പോഴേക്കും എനിക്ക് 1 lakh കിട്ടി. 1 lakh കിട്ടി. അപ്പൊ അതൊന്ന് മനസ്സിലായി കഴിഞ്ഞ് നമുക്ക് ഏതാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. സോ 1 lakh ആണ് ഹെവിയർ ദാൻ 78,000. ഓക്കെ, അപ്പൊ ഏത് സൈഡാണ് കൂടുതൽ എന്ന് നോക്കുക. ആ എമൗണ്ട് നമ്മൾ രണ്ട് വശത്ത് എഴുതി. ഇപ്പൊ ഇവിടെ നമുക്ക് ഇവിടെയാണ് 1 lakh, ഇവിടെയാണ് കൂടുതൽ. സോ 1 lakh രണ്ട് വശത്ത് നമ്മൾ എഴുതുന്നു. 1 lakh ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ, അത് നമുക്ക് പറയാം ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ഏത് വശത്താണോ കൂടുതൽ അതായിരിക്കും ബാലൻസ്. ഇപ്പൊ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്. അപ്പൊ ഇവിടെ നമുക്ക് 1 lakh കിട്ടി. അപ്പൊ നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, ബാലൻസ് കണ്ടുപിടിക്കണം. 1 lakh മൈനസ് എത്രയാണ് ഡെബിറ്റ് ടോട്ടൽ? 78,000. ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 22,000. ഓക്കെ, 1 lakh മൈനസ് 78,000, 22,000. നമ്മൾ അതെന്ത് ചെയ്യുന്നു? ഡിഫറൻസ് ഇവിടെ എഴുതുന്നു 22,000. നമ്മളിവിടെ എന്ത് എഴുതും? ടു ബാലൻസ് carry down. ഓക്കെ, ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് കൊടുക്കുക 31/1/2020. ഞാൻ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങനെ എഴുതേണ്ടത് 31/1/2020. ടു ബാലൻസ് ക്യാരി ഡൗൺ 22,000 രൂപയാണ് ക്രെഡിറ്റ് ബാലൻസ്. കാരണം എന്താണ്? ക്രെഡിറ്റ് സൈഡ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് കുറവ്. ഇഫ് ക്രെഡിറ്റ് ടോട്ടൽ ഈസ് ഹെവിയർ ദാൻ ഡെബിറ്റ് ടോട്ടൽ, then that balance will be credit balance. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പഠിച്ചത്. ഇപ്പൊ നമുക്ക് മനസ്സിലായി ക്രെഡിറ്റ് സൈഡ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് കുറവായിരുന്നു. ഡിഫറൻസ് കണ്ടുപിടിച്ച് നമ്മൾ ടു ബാലൻസ് ക്യാരി ഡൗൺ എഴുതി. അടുത്ത് നമ്മൾ ഇതിനെ ബ്രോഡ് ഡൗൺ ചെയ്യുന്ന അടുത്ത നെക്സ്റ്റ് അക്കൗണ്ടിംഗ് പീരീഡിലോട്ടേക്ക് 1/2/2020 ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എമൗണ്ട് 22,000. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്തത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് മാത്രം നമുക്ക് തയ്യാറാക്കാൻ പറയാം, ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കാൻ പറയാം. അപ്പൊ ആ ട്രാൻസാക്ഷൻസ് നമുക്ക് ജേർണൽ എൻട്രി എഴുതി തയ്യാറാക്കാം. നമ്മുടെ രീതി അനുസരിച്ച്, നമ്മുടെ മെത്തേഡ് അനുസരിച്ച് നമ്മൾ ആദ്യം ട്രാൻസാക്ഷൻസിന്റെ ജേർണൽ എൻട്രി എഴുതണം. ഓരോന്നിന്റെയും അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം, പോസ്റ്റിംഗ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ബാലൻസ് ചെയ്യണം. ഈസിയാണ് നമുക്ക് ഇവ ഇങ്ങനെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അവയുടെ ജേർണൽ നമുക്ക് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് അക്കൗണ്ട് തയ്യാറാക്കാനായിട്ട് പരീക്ഷയ്ക്ക് വരുമ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ബാലൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്നായിരിക്കും. നമ്മൾ ബാലൻസ് പറഞ്ഞത് ഓരോ ബിസിനസ് സ്ഥാപനവും അവരെന്താണോ അക്കൗണ്ടിങ് പീരീഡ് എന്ന് വിചാരിക്കുന്നത്, മാസമാണോ അല്ലെങ്കിൽ 6 മാസത്തിലാണോ അല്ലെങ്കിൽ വർഷമാണെങ്കിലും ആ അക്കൗണ്ടിങ് പീരീഡിന്റെ അവസാനം ലെഡ്ജറിലുള്ള എല്ലാ അക്കൗണ്ടും ബാലൻസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ബാലൻസ് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് ബാലൻസിങ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മൾ നോക്കിയിട്ട് ഏത് സൈഡാണോ ഡിഫറൻസ് വരുന്നത് അതിനെ പറഞ്ഞ പേരാണ് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് രണ്ട് ബാലൻസ് കിട്ടുന്നുണ്ട്, ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും.
ഡെബിറ്റ്സിലാണ് കൂടുതലെങ്കിൽ ആ ബാലൻസിനെ പറഞ്ഞ പേര് ഡെബിറ്റ് ബാലൻസ് എന്നും, ക്രെഡിറ്റ്സിലാണ് കൂടുതലെങ്കിൽ ആ ബാലൻസിനെ പറഞ്ഞ പേര് ക്രെഡിറ്റ് ബാലൻസ് എന്നും നമ്മൾ പറയുന്നുണ്ട്. അടുത്ത് നമ്മൾ പറഞ്ഞത് ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസും. ഓക്കെ, ഒരു അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനം കാണിക്കുന്നതിന് ക്ലോസിംഗ് ബാലൻസ് എന്നും, ആ അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനം നമ്മൾ നെക്സ്റ്റ് അക്കൗണ്ടിംഗ് പീരീഡിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആകുന്നത്. അപ്പം അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനം എൻഡിൽ കാണിക്കുന്ന ബാലൻസിനെ പറഞ്ഞ പേര് ക്ലോസിംഗ് ബാലൻസ് എന്നും, അക്കൗണ്ടിംഗ് പീരീഡിന്റെ ഓപ്പണിംഗിൽ കാണിക്കുന്ന ബിഗിനിങ്ങിൽ കാണിക്കുന്ന ബാലൻസിനെ പറഞ്ഞ പേര് ഓപ്പണിംഗ് ബാലൻസ് എന്ന് നമ്മൾ പറയുന്നു. ദെൻ ഞാൻ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞതെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1-2 പ്രാവശ്യം നിങ്ങൾക്ക് വീഡിയോ കണ്ടാലേ, ക്ലാസ് കണ്ടാലേ നമുക്ക് ബിഗിനായിട്ട് ഇപ്പൊ ആദ്യമായിട്ട് അക്കൗണ്ടൻസി ക്ലാസ്സുകൾ കാണുന്നവർക്ക് മനസ്സിലാവുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മനസ്സിലാക്കി അക്കൗണ്ട് ബാലൻസിങ് ചെയ്തത് മനസ്സിലാക്കിയാൽ നമുക്ക് അങ്ങോട്ട് പോകുന്നതും ഓരോ പടിപ്പടിയായിട്ട് നമ്മൾ പഠിക്കുമ്പോഴേക്കും ഫസ്റ്റ് സ്റ്റെപ്സ് നന്നായിട്ട് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് പാടായിരിക്കും പഠിക്കാൻ. അതുകൊണ്ട് പറഞ്ഞത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു ഓൾ.